നമസ്കാരം. മലയാളം 2025 ഏകദേശം തീരാറായി. പക്ഷേ ഇൻവെസ്റ്റേഴ്സ്, ഇന്ത്യൻ മാർക്കറ്റിലുള്ള ഇൻവെസ്റ്റേഴ്സിന് കാര്യമായിട്ട് ഒരു പ്രോഫിറ്റ് ഈ 2025 ഉണ്ടാക്കാൻ പറ്റി എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഒരു ഫ്ലാറ്റ് അല്ലെങ്കിൽ വലിയ കാര്യമായിട്ടുള്ളൊരു നഷ്ടം ഉണ്ടാവാൻ സാധ്യതയില്ല, അല്ലെങ്കിൽ ഒരു വലിയ കാര്യമായിട്ടുള്ള പ്രോഫിറ്റും ഉണ്ടാകാൻ വഴിയില്ല. ഒരു ഫ്ലാറ്റായിട്ടാണ് ഈ മാർക്കറ്റ് നമ്മൾ നോക്കുമ്പോൾ കാണുന്നത്. അപ്പോൾ ഇതിൽ കാര്യമായിട്ട് കുറച്ച് കൺസേൺസ് ഈ ഒരു വർഷം ഉണ്ടായിരുന്നു. അത് ആദ്യം പറഞ്ഞിട്ട് നമുക്ക് 2026 പോകാം. അപ്പോൾ 2025 ഉണ്ടായിരുന്ന കൺസേൺസ് എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് വന്നിട്ടുള്ളത് ഈ FISൻ്റെ സെല്ലിങ്ങും. FIS വളരെ അഗ്രസീവായിട്ട് ഇന്ത്യൻ മാർക്കറ്റിൽ നിന്ന് സെല്ല് ചെയ്ത് പോയി. അതായത് ഏകദേശം 3 ട്രില്യൺ ഇന്ത്യൻ റുപ്പീസ്, അതായത് 3 ലക്ഷം ഇന്ത്യൻ രൂപയാണ് അവർ ഇന്ത്യൻ മാർക്കറ്റിൽ നിന്ന് പിൻവലിച്ച് വേറെ പല ഈ എമർജിങ് മാർക്കറ്റുകളിലും അല്ലെങ്കിൽ ഈ വികസിത രാജ്യങ്ങളായിട്ടുള്ള അമേരിക്ക, അവിടെ തന്നെ അങ്ങനെയുള്ള രാജ്യങ്ങളിലൊക്കെ ഇട്ട് അവരുടെ ഇന്ത്യ എന്നുള്ള ഒരു ഇതിലേക്ക് അവിടെ നിന്ന് മാറി ചിന്തിച്ചു. അതെന്താ കാരണം എന്നുണ്ടെങ്കിൽ ഇന്ത്യയുടെ വാല്യുവേഷൻ തന്നെയായിരുന്നു. എനിക്ക് മനസ്സിലായത് ഇന്ത്യൻ മാർക്കറ്റ് ഹൈ വാല്യുവേഷനിലായിരുന്നു. പല സ്റ്റോക്കുകളും വളരെ ഹൈ ഇതിൽ തന്നെയാണ് നിൽക്കുന്നത്. അപ്പോൾ അതാണ് മെയിൻ ഒരു കാരണമായിരുന്നത്. പിന്നെ രണ്ടാമതൊരു കാരണം എന്ന് പറയുന്നത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രണ്ടാമത് അധികാരത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ മൈ ഫ്രണ്ട് എന്നുള്ളത് മാറി വലിയൊരു മൈ എനിമി എന്നുള്ളൊരു കൺസെപ്റ്റിലേക്ക് ആൾ പോയി. കാരണം എന്ന് വെച്ചാൽ താരിഫ്, വലിയൊരു ട്രേഡ് വാറാണ് അവിടെ നടന്നത്. അത് ഇപ്പോഴും ഒരുപാട് ചർച്ചകളും നമ്മുടെ ബ്യൂറോക്രാറ്റ്സ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം ആ ഒരു ഡീല് ഒന്നും അവിടെ ഒരു ക്ലാരിറ്റി ഇല്ലാണ്ട് വന്നു. അതായത് 25% നമ്മുടെ അവിടെ ഒരു താരിഫും പ്ലസ് റഷ്യൻ ഓയിൽ മേടിക്കുന്നു എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു 25% വേറെയും കയ്യിലടിച്ചു തന്നു. അപ്പോൾ ഇത് രണ്ടും കൂടിയപ്പോൾ 50% ഇന്ത്യൻ എക്കണോമിനെ തകർക്കും എന്ന് തന്നെയാണ് പല എക്കണോമിസ്റ്റുകളും അല്ലെങ്കിൽ പല അനലിസ്റ്റുകളും പറഞ്ഞത്. പക്ഷേ നത്തിങ് ഹാപ്പൻ, ഒന്നും സംഭവിച്ചില്ല. കാരണം എന്ന് വെച്ചാൽ നേരെ ഓപ്പോസിറ്റാണ് സംഭവിച്ചത്. അതായത് ഇന്ത്യയുടെ സ്ട്രെങ്ത് ലോകത്തിന് മുന്നിൽ കാണിച്ചു കൊടുക്കാനുള്ളൊരു അവസരം നമ്മുടെ ഡൊണാൾഡ് ട്രംപായിട്ട് ഉണ്ടാക്കി തന്നു എന്നാണ് എനിക്ക് മനസ്സിലായത്. കാരണം ഇന്ത്യ അഗ്രസീവായിട്ട് പല എക്കണോമിയിലേക്കും എൻ്റർ ചെയ്യാനുള്ള ഒരു അവസരമാക്കി എടുത്തത്. കാരണം ഈ ഒരു അവിടുത്തെ ഒരു ട്രേഡ് ഡെഫിസിറ്റ് വേറെ എവിടെയെങ്കിലും നമുക്ക് ഒരു ഡീലുകൾ ഉണ്ടാക്കണം. ആ ഒരു നമ്മുടെ ഇന്ത്യയുടെ ഒരു ട്രേഡ് ഡെഫിസിറ്റ് അവിടെ കുറയ്ക്കുക എന്നുള്ളത് ഇന്ത്യയുടെ ഒരു ആവശ്യമായി മാറി. ഇന്ത്യ ഇതുവരെ ഇല്ലാത്ത രീതിയിൽ അഗ്രസീവായിട്ട് പല എക്കണോമിയിലും ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ളത് നോക്കണമെങ്കിൽ ഒമാനും ന്യൂസിലാൻഡും തമ്മിലുള്ള FTA, അതായത് ഫ്രീ ട്രേഡ് എഗ്രിമെൻറ്റ്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇന്ത്യൻ എക്കണോമിയിൽ ഇത്രയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടും മാർക്കറ്റ് വലിയ കാര്യമായിട്ട് താഴേക്ക് പോകാതെ ഇപ്പോഴും കഴിഞ്ഞ 2024 അതേ ലെവലിലൊക്കെ തന്നെയാണ് ഇപ്പോഴും സ്റ്റേബിളായിട്ട് ഒരു ഫ്ലാറ്റ് മോഡ് എന്ന് പറയാം നിൽക്കുന്നത്. അപ്പോൾ ഇതിനെങ്ങനെയാണ് ഈ ഫ്ലാറ്റ് മോഡ് ഇത്രയും ഹൈ പ്രഷറിൽ ഇങ്ങനൊരു FISൻ്റെ സെല്ലിങ് വന്നിട്ടും നമ്മളെ പിടിച്ചു നിർത്തിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ തന്നെ ഡൊമസ്റ്റിക് ഇൻവെസ്റ്റേഴ്സ് അല്ലെങ്കിൽ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് അതെങ്ങനെയാണെന്ന് വെച്ചാൽ SIP വഴി നമ്മുടെ സാധാരണക്കാരായ നമ്മൾ ഈ ഇൻവെസ്റ്റ് ചെയ്യുന്ന പണം ഇത് മുഴുവൻ ഇത് മാർക്കറ്റിലേക്ക് വളരെ കാര്യമായിട്ട് പമ്പ് ചെയ്തു. അപ്പം ഇങ്ങനെ വരുമ്പോൾ എന്താണ് കേസുണ്ടെങ്കിൽ പണ്ട് കാലത്ത് നമ്മുടെ മാർക്കറ്റിലേക്ക് എൻ്റർ ചെയ്യുന്ന പലരും സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് വന്ന് പല സ്റ്റോക്കുകളും മേടിക്കും. ഒരു അറിവില്ലായ്മകൊണ്ടും അതിനെക്കുറിച്ച് പഠിക്കാതെയും ഒരുപാട് പൈസ നമ്മുടെ ഇൻവെസ്റ്റേഴ്സിൻ്റെ അല്ലെങ്കിൽ പുതിയ ഇൻവെസ്റ്റേഴ്സിൻ്റെ അത് കയ്യിൽ നിന്ന് പോവും. അപ്പോൾ ഒരു കൂടി വന്നൊരു കൊല്ലം മാക്സിമം ഒക്കെ നിന്ന് അവരെ കുറച്ച് പൈസയൊക്കെ പോകുമ്പോൾ അവർ പറയും സ്റ്റോക്ക് മാർക്കറ്റ് ഇത് ഒരു ഡേഞ്ചർ, ആ ഒരു മൈൻഡ് സെറ്റിലേക്ക് വരും. അതായിരുന്നു പണ്ട് സംഭവിച്ചിരുന്നത്. പക്ഷേ ഇപ്പം എന്താ സംഭവിക്കണമെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് നമ്മൾ പഠിക്കേണ്ട കാര്യമില്ല. SIP എന്ന് പറയുന്ന ഇൻസ്ട്രുമെൻ്റ് വഴി നമ്മൾ പൈസ നിക്ഷേപിച്ചിട്ട് നമുക്ക് വേണ്ടി വേറൊരു ഫണ്ട് മാനേജർ കൈകാര്യം ചെയ്തിട്ടുള്ള ഒരു സെറ്റപ്പ്. അപ്പം അങ്ങനെ വന്നപ്പോൾ എന്തുണ്ടാവണമെന്നുണ്ടെങ്കിൽ പിന്നെ ഈ കോവിഡിന് ശേഷം ആളുകൾക്ക് ഇതിനെക്കുറിച്ച് ഭയങ്കര കാര്യമായിട്ടുള്ള ഒരു അവയർനെസ്സും കൂടി വന്നു. ഇത് എന്താണ് SIP, എങ്ങനെയാണ് അത് കോമ്പൗണ്ടിങ് ഗ്രോത്ത് എങ്ങനെയാണ് അവിടെ വരുന്നത്, അല്ലെങ്കിൽ എത്ര മിനിമം എത്ര വർഷം അത് ഇട്ടാലാണ് നമുക്കതിനൊരു പ്രയോജനം ഉണ്ടാവുക. അപ്പോൾ മിനിമം ഒരു 5 വർഷം 10 വർഷം കൺസെപ്റ്റ്, അതായത് യങ്സ്റ്റേഴ്സ്, അതായത് പുതിയതായിട്ട് ജോലിക്ക് കയറുന്നവരും അവരൊക്കെ മിനിമം ഒരു 2000 5000 അങ്ങനെ റേഞ്ചിലേക്ക് വന്നിട്ടാണ് ഇത്രയും ഹ്യൂജായിട്ടുള്ള ഒരു പൈസ ഒരു എമൗണ്ട് ഇന്ത്യൻ മാർക്കറ്റിലേക്ക് തന്നെ പമ്പ് ചെയ്തത്. അപ്പോൾ ഈ പൈസ ഇതിനുള്ളൊരു പ്രത്യേകത എന്ന് വെച്ചാൽ
പണ്ട് കാലങ്ങളിലൊക്കെ പെട്ടെന്ന് ഇൻവെസ്റ്റേഴ്സ് അല്ലെങ്കിൽ നമ്മൾ റീറ്റെയിലേഴ്സൊക്കെ എന്തെങ്കിലും ഒരു മാർക്കറ്റിലൊരു FISൻ്റെ ഒരു സെല്ലിങ് വരുമ്പോൾ നമ്മൾ പാനിക്കായിട്ട് നഷ്ടത്തിൽ വെറ്റി അത് കൊള്ളാം മൊത്തത്തിൽ ഒരു ആ പൈസ തന്നെ വാനിഷായി പോകും. ഇപ്പം അങ്ങനെ സംഭവിക്കുന്നില്ല. അതാണ് ഇന്ത്യൻ മാർക്കറ്റിൻ്റെ സ്ട്രെങ്ത്. അതായത് FIS വിറ്റൊഴിഞ്ഞു പോകുന്നുണ്ടെങ്കിലും ഇന്ത്യൻ മാർക്കറ്റിലുള്ള വിശ്വാസമാണ് ഡൊമസ്റ്റിക് ഇൻവെസ്റ്റേഴ്സിന്. എല്ലാവരും പറയുന്നത് എന്താണ്, ഇന്ത്യ വളരും വളരും വളരും. ഇത് ഇനി പറയാത്തവർ ഇനി ലോകത്താരും ഉണ്ടാവുന്നില്ല. IMF പറഞ്ഞു, മൂഡീസ് പറഞ്ഞു, അല്ലെങ്കിൽ ഫിച്ച് പറഞ്ഞു, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള എല്ലാ ഏജൻസികളും പല രാജ്യങ്ങളും ഇതൊക്കെ ഇതന്നെ പറയുന്നു. RBIയും ഈ ഒരു വളർച്ചാ നിരക്ക് തന്നെയാണ് പറയുന്നത്. അപ്പോൾ 2030 ഏകദേശം ഇപ്പം നിൽക്കുന്ന $4 ട്രില്യൺ എന്ന് പറയുന്നത് ഏകദേശം 6 ട്രില്യനും 2035 8 അല്ലെങ്കിൽ 10 ട്രില്യൺ ഇന്ത്യയുടെ എക്കണോമി ആവും എന്ന് പറയുമ്പോൾ തന്നെ നമുക്കതിൻ്റെ ഒരു കൺസെപ്റ്റ് മനസ്സിലാവും. വളരെ സിമ്പിളായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ പർച്ചേസിങ് പവർ, അതായത് ഒരു ഇന്ത്യൻ പർച്ചേസിങ് പവർ ഇപ്പോൾ ഏകദേശം $2600 ഇപ്പോൾ 2025. അത് ഏകദേശം 2030 ആ കാലഘട്ടങ്ങളിൽ $4000 അല്ലെങ്കിൽ 2035 $6000-6500 എന്ന് പറയുമ്പോൾ ഇന്ത്യൻ ജനങ്ങളുടെ പർച്ചേസിങ് പവർ കൂടുക എന്ന് പറഞ്ഞാൽ ലോകത്തിൽ ഒരു രാജ്യത്തിനും ഇല്ലാത്തൊരു സംഭവമാണ്. അത് ഏറ്റവും പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം ഇന്ത്യയുടെ പോപ്പുലേഷൻ അത് തന്നെയാണ്. കാരണം ഇന്ത്യയിൽ ഇത്രയും ബില്യൺ ജനം ഇവിടെ ഉള്ളപ്പോൾ ഇത് മേടിക്കാൻ, ഇന്ത്യയിൽ ഉണ്ടാക്കുന്ന സാധനങ്ങൾ മേടിക്കാൻ ഇന്ത്യൻ ജനങ്ങൾക്ക് ഒരു കപ്പാസിറ്റി വരിക എന്ന് പറയുമ്പോൾ തന്നെ ഇന്ത്യയിലുള്ള കമ്പനികളുടെ ഏണിങ്സ് അല്ലെങ്കിൽ ഇന്ത്യയിലെ കമ്പനികളുടെ പ്രോഫിറ്റ് അതൊക്കെ എത്രത്തോളം കൂടുന്നു നമുക്ക് വെറുതെ ജസ്റ്റ് ഒരു നമ്മുടെ സാമാന്യ ബുദ്ധി ഉപയോഗിച്ചിട്ട് ചിന്തിച്ചാൽ തന്നെ മനസ്സിലാവും. അത് തന്നെയാണ് ലോകരാജ്യങ്ങളും അല്ലെങ്കിൽ IMFും ഇവരൊക്കെ പറയുന്നത്. ഇന്ത്യയുടെ എക്കണോമീനെ തകർക്കാൻ ഇനിയിപ്പോൾ ആർക്കും പറ്റില്ല ഇപ്പോൾ അടുത്ത കാലത്തൊന്നും. കാരണം ഇന്ത്യ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു വളരെ അതായത് ലോകത്തിൽ തന്നെ ഏറ്റവും വളർന്നുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ രാജ്യം അതാണ് ഇന്ത്യ. അപ്പോൾ ഈ പറയുന്ന ഇന്ത്യനെ ഇനി അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് 2026 ശുഭാപ്തി വിശ്വാസത്തോടെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. കാരണം 2026 ഇപ്പോൾ നമ്മൾ ഇതൊക്കെ വിട്ടേര്, ഇപ്പോൾ 2025 കഴിഞ്ഞു, അത് പോട്ട്. ഇനിയിപ്പോൾ 2026 വരാം. 2026 വരുമ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ വന്നിട്ടുള്ള ഒരു ന്യൂസാണ് RBIയുടെ ഒരു ലിക്വിഡിറ്റി ഇൻഫ്യൂഷൻ. അതായത് മാർക്കറ്റിലേക്ക് ഒരു ഹ്യൂജ് ഒരു എമൗണ്ടാണ് RBI ഇതിലേക്ക് നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് ലിക്വിഡിറ്റി ഉണ്ടാക്കുന്നത്. അതായത് എങ്ങനെയെന്ന് പറഞ്ഞുതരാം. ഒന്ന്, ബാങ്കുകളിൽ ഗവൺമെൻറ് ബോണ്ടുകൾ മേടിക്കുക എന്നുള്ളത്. അത് ഏകദേശം അപ്പം നമ്മളിത് പറയുമ്പോൾ അത് കുറേ നാളുകൾ കഴിഞ്ഞിട്ടാവും, ഇതൊക്കെ ഇനി വരാൻ സമയമെടുക്കും, അങ്ങനെയൊക്കെ ഒരു ചിന്തയുണ്ടാവും. പക്ഷെ അങ്ങനെയല്ല. ഈ പറയുന്ന ഇന്ന് മറ്റന്നാൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് 50,000 കോടിക്കുള്ളത് RBI ഇതേപോലെ തന്നെ പല ബാങ്കുകളുടെയും ബോണ്ടുകൾ, അതായത് ഗവൺമെൻറ് ബോണ്ടുകൾ RBI മേടിക്കണം. അത് കഴിഞ്ഞ് ജനുവരി ലാസ്റ്റ് ആകുമ്പോഴേക്കും ഏകദേശം 2 ലക്ഷം രൂപ, അതായത് 2 ട്രില്യൺ ഇന്ത്യൻ റുപ്പിയാണ് ഇതുവഴി ബോണ്ടുകൾ മേടിച്ചിട്ട് ഇന്ത്യൻ മാർക്കറ്റിലേക്ക് ലിക്വിഡിറ്റി ഉണ്ടാക്കുന്നത്. ഇത് പോരാഞ്ഞിട്ട് ഈ RBI വേറൊരു ഏകദേശം $9 ബില്യൺ കറൻസി സ്വാപ്പിങ്, അതായത് സെല്ലിങ് അല്ലെങ്കിൽ ബൈയിങ്. അതായത് നമ്മൾ സാധാരണ എന്താ ചെയ്യുക, കറൻസി കൊണ്ട് നമ്മൾ പോയിട്ട് ഇപ്പോൾ നമുക്ക് ഡോളർ വേണം. അപ്പോൾ RBI എന്ത് ചെയ്യും, അത് ഡോളർ മേടിക്കാൻ കൊടുക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് നമ്മുടെ റുപ്പീസ് ഡിപ്രിസിയേഷൻ ആവും. അതില്ലാതിരിക്കാൻ ഇന്ത്യൻ ബാങ്കുകളിൽ നിന്ന് തന്നെ അവരുടെ ഡോളർ RBI മേടിക്കുന്നു ഒരു നിശ്ചിത പരിധി സമയം വെച്ചിട്ട്. അതൊന്നും ഞാനത് കാര്യമായിട്ട് അതിൻ്റെ ഡീറ്റെയിലേക്ക് പോകുന്നില്ല. അപ്പോൾ ഒരു നിശ്ചിത സമയം വെച്ചിട്ട് അവർ ബാങ്കുകളിൽ നിന്ന്, ഇന്ത്യൻ ബാങ്കുകളിൽ നിന്ന് തന്നെ ഡോളർ മേടിക്കുന്നു. അത് കഴിഞ്ഞ് കുറേ നാൾ കഴിയുമ്പോൾ അത് തിരിച്ച് അവർക്ക് കൊടുത്തിട്ട് ഇന്ത്യൻ റുപ്പീസ് തിരിച്ചു മേടിക്കുന്നു. അങ്ങനെ ഒരു സ്വാപ്പിംഗ് ഇത്. അതായത് എന്തിനാണെന്ന് വെച്ചാൽ ഇന്ത്യൻ റുപ്പീസിൻ്റെ ഒരു വാല്യൂ ഡിപ്രിസിയേഷൻ ആവാതിരിക്കാൻ വേണ്ടിയിട്ട്. അത് RBIയുടെ വലിയൊരു മൂവ്മെൻ്റ് ആയിട്ട് എനിക്ക് തോന്നിയത്. ഏകദേശം 9 ബില്യൺ എന്ന് പറയുമ്പോൾ ഏകദേശം 1 ലക്ഷം കോടി രൂപയോളം. അങ്ങനെ പിന്നെയും RBIയുടെ ഈ Q4 അതിനോട് ചേർന്ന ഒരു ലിക്വിഡിറ്റി ഒരു ഇതും കൂടിയുണ്ട്, ഫേസും കൂടിയുണ്ട്. ഇതൊന്ന്. അപ്പോൾ ഈ ലിക്വിഡിറ്റി എന്ന് പറയുമ്പോൾ ബാങ്കുകൾക്ക് ലെൻഡിങ്ങിന് വേണ്ടിയിട്ട് ഒരുപാട് പൈസ മാർക്കറ്റിലേക്ക് ഇങ്ങനെ വരികയാണ്. കോർപ്പറേറ്റുകളുടെ പ്രഷർ തീരുന്നു, അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് റേറ്റ് കുറയുന്നു. ഇൻട്രസ്റ്റ് റേറ്റ് കുറയുമ്പോൾ എന്താണ്ടാവണേ, കമ്പനികളുടെ ലാഭം അതിൽ വളരെയായിട്ട് കൂടുന്നു. അവരുടെ ഈ ഇൻട്രസ്റ്റ് റേറ്റിൽ നിന്നുള്ള ബർഡൻ കുറയുന്നു. ഇതൊക്കെ കോർപ്പറേറ്റുകളുടെ ഏണിങ്സിനെ ഗുണം ചെയ്യുന്നു. ഓക്കെ, ചിലപ്പോൾ ചെറിയ രീതിയിൽ ഇൻഫ്ലേഷൻ ഉണ്ടാവാം കുറച്ച് ഇങ്ങനെ വരുമ്പോൾ. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇപ്പോഴത്തെ ഇൻഫ്ലേഷൻ നിരക്ക് വെച്ച് നോക്കുമ്പോൾ RBIക്ക് യാതൊരു ടെൻഷൻ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇപ്പോഴത്തെ ഇൻഫ്ലേഷൻ വളരെ ലോ ആണ്. അപ്പോൾ ഇതിലൊരു ചെറിയ ഇൻഫ്ലേഷനിലേക്ക് ഒരു കയറ്റം ഇതിൻ്റെ പേരിൽ വന്നാലും
RBIനെ സംബന്ധിച്ച് അതൊരു വലിയൊരു ബർഡനായി വരും എന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ അതങ്ങനെ. പിന്നെ എന്ന് പറയുന്നത് നമ്മുടെ ഈ ബഡ്ജറ്റ്, അതിപ്പോൾ 2026 ഫെബ്രുവരി 1 ആ റേഞ്ചിലാണ് വരിക. അപ്പോൾ അതിൽ ചിലപ്പോൾ കുറേ ഈ നയങ്ങൾ ബൂസ്റ്റിങ്, ഈ റൂറൽ അല്ലെങ്കിൽ നമ്മുടെ ഡൊമസ്റ്റിക് പ്രൊഡക്ഷനെ കൂട്ടാൻ വേണ്ടിയിട്ടുള്ള പല നയങ്ങളും, അല്ലെങ്കിൽ ഈ ക്യാപിറ്റൽ സ്പെൻഡിങ്, അതായത് ഇൻഫ്രാസ്ട്രക്ചർ കാര്യങ്ങൾ, ഇൻറ്റേർണൽ റോഡുകൾ, റെയിൽവേ, ഇതിലേക്കുള്ള സ്പെൻഡിങ്. കാരണം ഇന്ത്യയുടെ കയ്യിൽ ഒരുപാട് പർച്ചേസിങ് പവറുള്ള ഇപ്പോൾ ഒരു രാജ്യമാണ്, പണ്ടത്തെ പോലെയല്ല. അപ്പോൾ അതൊന്ന്. പിന്നെ ടാക്സിൽ റിഫോംസ് വരാൻ സാധ്യതയുണ്ട്. പിന്നെ പ്രൈവറ്റ് സെക്ടറിൻ്റെ ഒരു ഇതിന് വേണ്ടിയിട്ട് ഒരു പോളിസി ചേഞ്ചുകളോ അവരെ ഇൻവെസ്റ്റ്മെൻറ്റ് കൂടുതൽ ആകർഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ അതൊന്ന്. പിന്നെ കാര്യമായിട്ടൊരു സെക്ടറുകൾ വാച്ച് ചെയ്യേണ്ടത് ഈ റിന്യൂവബിൾ എനർജി സെക്ടർ, പിന്നെ ഇൻറ്റേർണൽ ഈ റോഡുകൾ. നമ്മൾ ഈ റിന്യൂവബിൾ എനർജി എന്ന് ഞാനിപ്പോഴും എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സാധനമാണ്. ഈ റിന്യൂവബിൾ എനർജിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ ഇന്ത്യ സ്പെൻഡ് ചെയ്യുന്ന 85% ഡോളറും, അല്ലെങ്കിൽ നമ്മൾ ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നത് നമ്മൾ ഓയിൽ, ക്രൂഡ് ഓയിൽ, ഒരു തെറ്റുപറ്റി. അതായത് ഇന്ത്യ ഇറക്കുമതി ചെയ്യുന്നത്, അതായത് ഇന്ത്യയുടെ ആവശ്യമുള്ള 85% ക്രൂഡ് ഓയിലും ഇന്ത്യ ഇറക്കുമതി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ 85% ഈ ക്രൂഡ് ഓയിൽ മേടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് കൂടുതൽ ഡോളറാണ് നമുക്ക് ആവശ്യം വരുന്നത്. അതുകൊണ്ട് തന്നെയാണ് പലപ്പോഴും ഇന്ത്യൻ റുപ്പീസിൻ്റെ അത് ആയിട്ട് നമുക്ക് കമ്പയർ ചെയ്യുമ്പോൾ അതൊരു, കാരണം ഇപ്പോൾ കുറച്ച് നാളായിട്ട് റഷ്യയുടെ ഓയിൽ മേടിച്ചിട്ട് നമ്മൾ ഇതിനെ മാച്ച് ചെയ്തിരുന്നു, ഒരുപാട് പ്രോഫിറ്റ് നമുക്ക് കിട്ടിയിരുന്നു. അതിലിപ്പോൾ ചെറിയൊരു സാങ്ഷൻസ് ഒക്കെ വന്നു. അതേപോലെ തന്നെ നമ്മൾ പല UAE അങ്ങനെയൊക്കെ രാജ്യങ്ങളായിട്ട് റുപ്പീസിലാണ് ട്രേഡ് ചെയ്യുന്നത്. പക്ഷേ അപ്പോഴും നമുക്ക് ഇതൊരു വലിയൊരു ബർഡനായിട്ട് അവിടെ നിൽക്കുന്നുണ്ട്. ഈ റിന്യൂവബിൾ എനർജി സെക്ടറിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇലക്ട്രിസിറ്റി ആവശ്യങ്ങൾ, അല്ലെങ്കിൽ EV ഇങ്ങനെയുള്ള കാര്യങ്ങൾ, സോളർ പാനൽ അല്ലെങ്കിൽ വിൻഡ് എനർജി ഇങ്ങനെയൊക്കെ ആയിട്ട് വരുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് 2030-35 കാലമാകുമ്പോഴേക്കും ഏകദേശം എനിക്ക് തോന്നുന്നു 20 അല്ലെങ്കിൽ 30% ഈ ഒരു ബർഡൻ നമുക്ക് കുറയ്ക്കാൻ പറ്റും. അത് ഇന്ത്യനെ സംബന്ധിച്ച് വലിയ ട്രേഡ് ഡെഫിസിറ്റ് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ വലിയൊരു ചേഞ്ച് അവിടെ ഉണ്ടാക്കാനും പറ്റും. അതുകൊണ്ട് തന്നെ ഗവൺമെൻറ് ഇതിന് കാര്യമായിട്ടൊരു പുഷിങ് ഈ ഒരു ബഡ്ജറ്റിലും വരും എന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം. പിന്നെ ഈ റുപ്പിയുടെ സ്റ്റെബിലിറ്റി, ഇപ്പോൾ കുറേ നാളായിട്ട് റുപ്പി ഭയങ്കരമായിട്ട് കയറിപ്പോകുന്നു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇഷ്യൂ അവിടെ നിൽക്കുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ ഒരു കാരണം എന്ന് പറഞ്ഞാൽ RBI ഇതിനെക്കുറിച്ചൊരു ക്ലാരിഫിക്കേഷൻ കൊടുത്തിരുന്നു. അതായത് ഇന്ത്യൻ റുപ്പി കയറി എത്ര ഡിപ്രിസിയേഷൻ ആയാലും അത് പ്രശ്നമില്ല, അതിൻ്റെ ഒരു സ്റ്റെബിലിറ്റി വരുമ്പോൾ അതവിടെ ഒരു സ്റ്റേബിളായി നിൽക്കും എന്നുള്ളത്. അത് തന്നെയാണ് കറക്റ്റ് എന്നാണ് ഇപ്പോൾ ഇതുവരെ കണ്ടപ്പോഴും മനസ്സിലായിട്ടുള്ളത്. ഇനിയിപ്പോൾ 2026 ഏതൊക്കെ സെക്ടറുകളാണ് ഇനി കൂടുതൽ ഒരു സാധ്യത എന്ന് പറയുമ്പോൾ, ഞാൻ പറയുന്ന ഏറ്റവും ബെസ്റ്റ് ആൻഡ് ഇത് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് ഫൈനാൻസ് അല്ലെങ്കിൽ ബാങ്കിങ് സെക്ടർ. കാരണം ഈ ഒരു ലിക്വിഡിറ്റി വരിക എന്ന് പറയുമ്പോൾ തന്നെ ബാങ്കുകളുടെ പ്രഷർ കുറയണം അവിടെ. അപ്പോൾ തന്നെ ആ ഒരു ബാങ്കിങ് സ്റ്റോക്കുകൾ, ഇപ്പോൾ ഞാൻ കുറച്ച് പേരുകൾ തന്നെ പറയാം, ICICI, HDFC, SBI, യൂണിയൻ ബാങ്ക്, ഇങ്ങനെയുള്ള ബാങ്കുകൾ കാര്യമായിട്ട് ഒരു നല്ലൊരു രീതിയിലേക്ക് വരാൻ സാധ്യതയുള്ള കുറച്ച് ബാങ്കുകളാണ്. പിന്നെ അടുത്ത ഒരു സെക്ടർ എന്ന് പറയുന്നത് ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചർ, അങ്ങനെയുള്ള കുറച്ച്, പിന്നെ ഇൻഫ്രാസ്ട്രക്ചർ, നമ്മുടെ റോഡ്, അങ്ങനെയുള്ള കാര്യങ്ങൾ, റെയിൽവേ. കാരണം ഏതൊരു രാജ്യത്തിന് എക്കണോമിക്കും ഒരു തൊഴിലുകൾ ഉണ്ടാക്കുക എന്നുള്ളതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇങ്ങനത്തെ ഇൻഫ്രാസ്ട്രക്ചറിലേക്കാണ് കൂടുതൽ സ്പെൻഡിങ് വരാൻ സാധ്യതയുള്ളത്. പിന്നെ ടെക്നോളജി, പിന്നെ സർവീസ് സെക്ടർ. അതായത് നമ്മുടെ കുറച്ച് നാളുകളായിട്ട് നമ്മുടെ ഈ IT കമ്പനികളെല്ലാം വളരെ ഇതായി കിടക്കുമായിരുന്നു, ഡൗൺഗ്രേഡ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അതിലേക്ക് വീണ്ടും FISൻ്റെ ഒരു ബൈങ് വീണ്ടും വരാൻ, അല്ലെങ്കിൽ അങ്ങനെയുള്ള ആ ഒരു സെക്ടറിന് കാര്യമായിട്ടൊരു ബൂസ്റ്റ് വരാൻ ഞാൻ അങ്ങനെ വിചാരിക്കുന്നുണ്ട്. അത് എൻ്റെ ഒരു ഇതാണ്. പിന്നെ ഫാർമ സെക്ടറിലും കാര്യമായിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് വീണ്ടും വന്നുകൂടായില്ല. അപ്പോൾ അങ്ങനെയുള്ളത്. പിന്നെ ഇപ്പോൾ നമ്മളിപ്പോൾ പറയുന്നുണ്ട് ഇന്ത്യയുടെ ഗ്രോത്തിനെ കുറിച്ച് യാതൊരു സംശയവും നമുക്ക് വേണ്ട. ലോങ് ടൈം ഇൻവെസ്റ്റർ, അതായത് ഞാൻ ട്രേഡ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അല്ല പറയുന്നത് കേട്ടോ. അതായത് ലോങ് ടൈം സ്റ്റോറി, ഇന്ത്യയുടെ ലോങ് ടേം സ്റ്റോറി നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അതിൻ്റെ കൂടെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് സ്റ്റോക്കുകൾ, അതായത് ലാർജ് ക്യാപ്പ്, മിഡ് ക്യാപ്പ്, ഈവൻ സ്മോൾ ക്യാപ്പിലായാലും നല്ല സ്റ്റോക്കുകൾ, നല്ല സെക്ടറുകൾ, അതായത് അതിൻ്റെ സാധ്യതകൾ മനസ്സിലാക്കിയിട്ട് നമുക്ക് ഒരുപാട് ഒരു 3-5 കൊല്ലത്തേക്കുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് അവിടെ വന്നു കഴിഞ്ഞാൽ കാര്യമായിട്ടുള്ള ഒരു പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അപ്പോൾ 2035 ഏകദേശം ഇന്ത്യയുടെ ഈ 10 കൊല്ലത്തെ കാര്യം പറയുന്നത്, ഇന്ത്യ 10-70 കൊല്ലം കൊണ്ട് വളർന്ന് ഇതൊക്കെ ഒരു 10 കൊല്ലം കൊണ്ട് 5 കൊല്ലം കൊണ്ടാണ് ഇനി ഡബിളും ട്രിപ്പിളൊക്കെ ആകാൻ പോകുന്നത്.
അപ്പോൾ ആ ഒരു വളർച്ചയിൽ നമ്മളെപ്പോലുള്ള ഇൻവെസ്റ്റേഴ്സ് പങ്കുചേരുക എന്നുള്ളത് തന്നെയാണ്. അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പോൾ അത് വലിയൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് എടുത്തിട്ട് ഈ ഒരു മാർക്കറ്റിലും പിന്നെ വെറുതെ പോയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളതല്ല, നമ്മൾ കുറച്ച് അതിനെക്കുറിച്ച് നന്നായിട്ട് പഠിച്ച് അതിൻ്റെ ആ ഒരു സെക്ടറുകളെ പഠിച്ച് അല്ലെങ്കിൽ അതിൻ്റെ എല്ലാ ദിവസത്തെ ന്യൂസുകളും അത് കുറച്ചൊക്കെ നമ്മൾ അങ്ങനെയൊക്കെ ചെയ്താലാണ് അതിനൊരു ബെനിഫിറ്റ് ഉണ്ടാകാൻ പോകുന്നുള്ളൂ. പിന്നെ ഇതൊക്കെ പോരാഞ്ഞിട്ട് ഇന്ത്യക്ക് ഏറ്റവും കൂടുതലൊരു വലിയൊരു പണ്ട് കാലത്ത് കുറേ വർഷങ്ങൾക്ക് മുന്നേ ഇന്ത്യയുടെ ഏറ്റവും വലിയൊരു ഡ്രോബാക്കായിട്ട് പലരും ചൂണ്ടിക്കാണിച്ചിരുന്നൊരു സാധനമാണ് പോപ്പുലേഷൻ. പക്ഷേ ഇന്ത്യ ഏറ്റവും കൂടുതൽ അനുഗ്രഹിക്കപ്പെട്ടിട്ടുള്ള ഒരു വിഷയമാണ് ഇപ്പോൾ ഈ പോപ്പുലേഷൻ. കാരണം നേരത്തെ പറഞ്ഞ പോലെ ഡൊമസ്റ്റിക് ഒരു കൺസംഷനും ഇതൊക്കെ ഇന്ത്യയുടെ ഈ പോപ്പുലേഷൻ കൊണ്ടാണ് വന്നിട്ടുള്ളത്. പിന്നെ ഇന്ത്യയുടെ യങ് ജനറേഷൻ, പിന്നെ ഇന്ത്യയിലുള്ള എഡ്യൂക്കേറ്റഡ് ഒരു ജനതയുടെ ഒരു വളർച്ച, അല്ലെങ്കിൽ ഇന്ത്യയിലുള്ള വർക്കിംഗ് കപ്പാസിറ്റിയുള്ള ആളുകളുടെ ഒരു വളർച്ച, ഇത് ചൈനയ്ക്ക് പോലും ഇല്ല. ഇപ്പോൾ അത് ചൈന പോലും ഇന്ത്യയുടെ ഒരുപാട് ബാക്കിലാണ്. ചൈനയിൽ കൂടുതൽ ആളുകളും ഒരു മധ്യവയസ്കരും അങ്ങനെയുള്ളതാണ്. യങ് ഏജ് നോക്കുമ്പോൾ ഇന്ത്യയാണ് ലോകത്തിൽ തന്നെ ഏറ്റവും ബെസ്റ്റ് ഒരു ഓപ്ഷൻ. ലോകത്തിന് മുഴുവൻ വേൾഡ് രാജ്യങ്ങൾക്ക് എല്ലാവർക്കും കൃത്യമായിട്ട് നല്ല എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ക്വാളിറ്റിയുള്ള വർക്ക് ഫോഴ്സിനെ സംഭാവന ചെയ്യാൻ പറ്റിയിട്ടുള്ളത് ഒരു രാജ്യമാണ്. അതിപ്പോൾ കുറച്ച് ഓക്കെ നമ്മൾ പല നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങൾ നോക്കുമ്പോഴും അതിലൊരു ചെറിയൊരു ഇപ്പോൾ ബീഹാർ, ഉത്തർപ്രദേശ് അങ്ങനെയുള്ള രാജ്യങ്ങൾ സംസ്ഥാനങ്ങൾ നോക്കുമ്പോൾ അതൊരു ലാക്കുണ്ട്. പക്ഷെ നമ്മളിപ്പോൾ അതിൻ്റെ കുറച്ച് സ്റ്റഡി ചെയ്യുമ്പോൾ അവരും വളരെ ഇതിനു വേണ്ടി ഭയങ്കരമായിട്ട് ഒരു ഡെവലപ്മെൻറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുറച്ച് നാളുകൾ അല്ലെങ്കിൽ കുറച്ച് വർഷങ്ങൾ കഴിയുമ്പോൾ ലോക മാർക്കറ്റിൽ ഇന്ത്യൻ എംപ്ലോയീസിനെ വലിയൊരു സാധ്യതയാണ് അവിടെ കാണുന്നത്. അതും ഇന്ത്യയുടെ വളർച്ചയ്ക്ക് വലിയൊരു ഗുണം ചെയ്യും. പിന്നെ ഇന്ത്യയിൽ ഉണ്ടാക്കുന്ന വരുന്ന കമ്പനികൾക്ക് എംപ്ലോയീസിനെ അന്വേഷിച്ച് നടക്കണ്ട, അവർക്ക് ജസ്റ്റ് ഒരു ട്രെയിനിങ് ഇപ്പോഴത്തെ കണ്ടീഷനിൽ, അത് ഭാവിയിൽ അതിൻ്റെ ആവശ്യം വരില്ല. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ, പിന്നെ ഈ ടെക്നോളജിയുടെ AI അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇന്ത്യയിൽ കാര്യമായിട്ട് ഇപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കും. ഞാൻ നേരത്തെ ഇതിൽ കുറച്ച് മുന്നേ ഞാനൊരു സൂചന തന്നു. അതായത് 2600-500 റേഞ്ചിലുള്ള ഇന്ത്യൻ ജനതയുടെ പെർ ക്യാപിറ്റ എന്ന് പറയുന്ന സാധനം ഏകദേശം 2035 ആകുമ്പോഴേക്കും 6000. പക്ഷെ നമ്മൾ വികസിത രാജ്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഒരുപാട് ബാക്കിൽ തന്നെയാണ്. പക്ഷേ ഇന്ത്യയുടെ ഏറ്റവും പ്രത്യേകത ഈ 6000 എന്ന് പറയുന്നത് ബില്യൺസ് ആൾക്കാരാണ് ഈ ഒരു കപ്പാസിറ്റി കൊണ്ട് നടക്കുന്നത്. പല രാജ്യങ്ങളും ഇന്ത്യയുടെ ഒരു മില്യൺസ് ആ റേഞ്ചിലാണ് ജനത. അവർക്ക് ഇത് ഈസി ആയിരിക്കാം. പക്ഷേ ഇന്ത്യയിൽ ഇത് വലിയ ഹ്യൂജ് ഒരു സാധ്യതയാണ് അവിടെ കിടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് 2026 എനിക്ക് തോന്നുന്നു ഇന്ത്യൻ മാർക്കറ്റിൻ്റെ ഒരു സുവർണ്ണ കാലഘട്ടങ്ങളിൽ ഒന്നാവാൻ സാധ്യതയുണ്ട്. പിന്നെ ഒരു നെഗറ്റീവ് വശം എന്താണെന്ന് വെച്ചാൽ ഇപ്പോഴത്തെ കണ്ടീഷനുള്ള ഈ ജിയോ പൊളിറ്റിക്കൽ ഇഷ്യൂസ്, പിന്നെ ഇന്ത്യയിൽ തന്നെ ഉണ്ടാകുന്ന അയൽ രാജ്യങ്ങളായിട്ടുള്ള ഇഷ്യൂസ്, ഇതെല്ലാം കാര്യമായിട്ട് ഒരു പുറത്തേക്ക് വലിയ കാര്യമായിട്ടുള്ള ഇഷ്യൂസൊന്നും ഇല്ലാതെ വന്നു കഴിഞ്ഞാൽ 2026 എന്ന് പറയുന്ന ഒരു വർഷം ഏറ്റവും ബെസ്റ്റായിരിക്കും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ഗുഡ് ലക്ക്, സ്റ്റേ ഇൻവെസ്റ്റഡ്. അപ്പോൾ ഒറ്റ കാര്യം കൂടി ഞാൻ പറഞ്ഞുതരാം. ഇത് മുഴുവൻ എൻ്റെ റെക്കമെൻഡേഷനോ കാര്യങ്ങളോ ഒന്നുമല്ല, എഡ്യൂക്കേഷൻ പർപ്പസ് ആയിട്ടുള്ള ഇട്ടിട്ടുള്ള ഒരു വീഡിയോ ആണ്. എല്ലാവരും അവരവരുടെ ഡിസിഷൻ അവരാർ തന്നെ എടുക്കുക, നിങ്ങളുടെ അഡ്വൈസറുടെ അടുത്ത് ചോദിച്ചിട്ട് എടുക്കുക. ബൈ.